ഹമാസ് തലവൻ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പശ്ചിമേഷ്യ വീണ്ടും അശാന്തമാകുന്നു. ഇന്നലെ ഗസയിലുണ്ടായ ആക്രമണത്തിൽ 3 സ്ത്രീകളും 1 കുട്ടിയുമടക്കം 7 പേർ കൊല്ലപ്പെട്ടു. വെടിനിർത്തൽ കരാർ നിലനിൽക്കെയാണ് ഇസ്രയേലിന്റെ ആക്രമണം. ദി ഗോസ്റ്റ് എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടിരുന്ന ഇസുദ്ദീൻ അൽ ഹദാദിനെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ മുൻപ് നടത്തിയ ഒന്നിലധികം വധശ്രമങ്ങളെയും അദ്ദേഹം അതിജീവിച്ചിരുന്നു. ആയിരക്കണക്കിന് ഇസ്രയേലി പൗരന്മാരുടെയും സൈനികരുടെയും കൊലപാതകങ്ങൾക്കും തട്ടിക്കൊണ്ടുപോകലുകൾക്കും പിന്നിലെ പ്രധാന സൂത്രധാരൻ ഹദാദാണെന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഒക്ടോബർ 7 മിന്നലാക്രമണത്തിന്റെ പ്രധാനികളിൽ ഒരാളായ ഈ മുതിർന്ന കമാൻഡറുടെ മരണം പശ്ചിമേഷ്യയെ വീണ്ടും ഒരു വൻ യുദ്ധപ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്ന് ഉറപ്പാണ്. 1980കളിൽ ഹമാസ് രൂപീകൃതമായ കാലഘട്ടം മുതൽ സംഘടനയുടെ മുൻനിരയിലുള്ള കമാൻഡറായിരുന്നു അൽ ഹദാദ്. കഴിഞ്ഞ ഒക്ടോബറിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച വെടിനിർത്തൽ കരാറിന് ശേഷം ഇസ്രയേൽ വധിക്കുന്ന ഏറ്റവും മുതിർന്ന ഹമാസ് നേതാവാണ് ഇസുദ്ദീൻ അൽ ഹദാദ്. വെള്ളിയാഴ്ച ഗാസ സിറ്റിയിലെ ഒരു ഫ്ളാറ്റ് സമുച്ചയം കേന്ദ്രീകരിച്ച് ഇസ്രയേൽ നടത്തിയ അതിശക്തവും കൃത്യവുമായ വ്യോമാക്രമണത്തിലാണ് ഹദാദും ഭാര്യയും 19-കാരിയായ മകളും കൊല്ലപ്പെട്ടത്. ഹമാസ് തങ്ങളുടെ സൈനിക കമാൻഡറുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം മാത്രം ഇസ്രയേൽ നടത്തിയ വിവിധ ആക്രമണങ്ങളിലായി 850ഓളം പലസ്തീനുകളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ വലിയൊരു പങ്കും സ്ത്രീകളും കുട്ടികളുമാണ്. ഹദാദ് കൊല്ലപ്പെട്ട വെള്ളിയാഴ്ച മാത്രം ഗാസയിലുണ്ടായ മറ്റ് 2 ആക്രമണങ്ങളിൽ 3 സ്ത്രീകളും 1 കുട്ടിയുമടക്കം 7 പേർ കൊല്ലപ്പെട്ടിരുന്നു. ശനിയാഴ്ചയും അൽഷിഫ ആശുപത്രിക്ക് സമീപവും ജബാലിയ അഭയാർത്ഥി ക്യാമ്പിലും ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ 3 പേർ കൂടി കൊല്ലപ്പെട്ടു. ഇറാനുമേൽ അമേരിക്കയുമായി ചേർന്ന് നടത്തിവന്ന സംയുക്ത ബോംബാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതോടെയാണ് ഇസ്രയേൽ തങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും വീണ്ടും ഗാസയിലേക്ക് തിരിച്ചത്. ഗാസയിൽ ഹമാസ് പോരാളികൾ വീണ്ടും പിടിമുറുക്കുന്നു എന്ന വിലയിരുത്തലിനെ തുടർന്നാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇസ്രയേൽ ഇവിടെ ആക്രമണം കടുപ്പിച്ചത്. വെടിനിർത്തൽ കരാർ നിലനിൽക്കെ തന്നെ ഗാസയെ പൂർണ്ണമായും തകർക്കുന്ന രീതിയിലാണ് ഇസ്രയേൽ സൈന്യം മുന്നോട്ടു പോകുന്നത്. ചുരുക്കത്തിൽ ദി ഗോസ്റ്റ് എന്നറിയപ്പെടുന്ന ഇസുദ്ദീൻ അൽ ഹദാദിന്റെ അന്ത്യം ഹമാസിന് വലിയൊരു ആഘാതമാണെങ്കിലും പശ്ചിമേഷ്യയിലെ യുദ്ധം കെട്ടടങ്ങാൻ ഇത് ഒട്ടും സഹായിക്കില്ല. തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇസ്രയേൽ നടത്തുന്ന ഈ ഏകപക്ഷീയമായ കടന്നാക്രമണങ്ങൾ മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങളെ മുഴുവൻ ചാരമാക്കുകയാണ്. ട്രംപിന്റെ സമാധാന പദ്ധതികൾ വെറും കടലാസ് രേഖകളായി അവശേഷിക്കുമ്പോൾ ഗാസയിലെ സാധാരണക്കാരായ മനുഷ്യർ ഇനിയും ബോംബുകൾക്ക് ഇരയാകേണ്ടി വരും എന്ന യാഥാർത്ഥ്യമാണ് ഇത്തരം ആക്രമണങ്ങളിലൂടെ തെളിയിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, കൈരളി ന്യൂസ്.